നമ്മള് ഇന്ന് പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ജോഗ്രഫിയാണ്. അപ്പൊ അതിന്റെ സിലബസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി പോർഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈ ജോഗ്രഫിക്കകത്തില്. അപ്പോ ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, ഇത്രയൊരു ടോപ്പിക്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ജോഗ്രഫി കുറച്ചെന്താ, ചില ഭാഗങ്ങൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ടും ചില ഭാഗങ്ങൾ നല്ല ടഫായിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അപ്പോ കുറച്ച് ബൈഹാർട്ട് ചെയ്യാനുള്ള പോർഷൻസ് ഉണ്ട്. അപ്പൊ എന്താ, ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം മാക്സിമം. കാരണം നമുക്ക് ഇതില് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? റിവിഷൻ, ക്ലാസ്, മോക്ക് ടെസ്റ്റ്, ഈ ഒരു 3 നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. പല ടേംസുകളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. വീണ്ടും റിവൈസ് ചെയ്യുക, പിന്നെ പരമാവധി മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഡെപ്തിൽ കവർ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ജോഗ്രഫിയുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് ജോഗ്രഫി? നമുക്കറിയാം, ജിയോഗ്രഫി ആ പേരിൽ തന്നെയുണ്ട് അല്ലെ? ഡെഫിനിഷൻ ഓഫ് ജിയോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് ആൻഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. എർത്തിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ ബേസിക് ആയിട്ട് ജിയോഗ്രഫി എന്ന ഒരു വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പൊ എർത്ത് എന്ന് പറയുമ്പോൾ എർത്ത് അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് മാത്രമല്ല, എർത്തിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു ഏരിയ, അറ്റ്മോസ്ഫിയർ, എയർ സറൗണ്ടിങ് എർത്തിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. എർത്ത്, അറ്റ്മോസ്ഫിയർ, ഹ്യൂമൻ ആക്ടിവിറ്റി ഈ ഒരു എർത്തിനെയും അറ്റ്മോസ്ഫിയറെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ജോഗ്രഫി എന്നുള്ള ഒരു ബ്രാഞ്ചിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫാദർ ഓഫ് ജിയോഗ്രഫി ആരാണ്? ഓക്കെ, ഫാദർ ഓഫ് ജിയോഗ്രഫി എറാറ്റോസ്തെൻസ് ഓഫ് സൈറീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് ജിയോഗ്രഫി ഈസ് എറാറ്റോസ്തെൻസ് ഓഫ് സൈറീൻ. ഇതൊന്ന് എഴുതി തന്നെ പഠിക്കാം, സ്പെല്ലിംഗ് മാറരുത്. എറാറ്റോസ്തീൻസ് ഓഫ് സൈറീൻ ആണ് ഫാദർ ഓഫ് ജിയോഗ്രഫി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ഒരു ഗ്രീക്ക് സ്കോളർ ആയിരുന്നു. അദ്ദേഹം ധാരാളം കോൺട്രിബ്യൂഷൻസ് ജിയോഗ്രഫിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇദ്ദേഹം ചെയ്തത് എർത്തിന്റെ സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് ജിയോഗ്രഫി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എറാറ്റോസ്തീൻസ് ഓഫ് സൈറീൻ എർത്തിന്റെ സർക്കംഫറൻസ് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ജിയോഗ്രഫി ആയിട്ട് അറിയപ്പെടുന്നു. ഈ ജിയോഗ്രഫി എന്ന വേർഡ് വന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ജോഗ്രാഫോസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ജോഗ്രഫി എന്നുള്ള ടേം വന്നിട്ടുള്ളത്. ഈ ജോഗ്രാഫോസ് എന്ന ആ വേർഡിന്റെ മീനിങ്, ജിയോ മീൻസ് എർത്ത് ആൻഡ് ഗ്രാഫോസ് മീൻസ് റൈറ്റിംഗ്. അപ്പൊ എർത്തിനെ പറ്റിയിട്ടുള്ള റൈറ്റിംഗ്, അങ്ങനെയാണ് ലിറ്റററി ആ ഒരു ജോഗ്രാഫോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ജോഗ്രഫി എന്താണെന്ന് പറഞ്ഞു, ഫാദർ ഓഫ് ജോഗ്രഫി എറാറ്റോസ്തീൻസ് ഓഫ് സൈറീൻ ആണെന്ന് പറഞ്ഞു. ജോഗ്രഫി എന്നുള്ള വേർഡ് വന്നത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ജിയോഗ്രാഫോസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൽ ജിയോ മീൻസ് എർത്ത് ആൻഡ് ഗ്രാഫോസ് മീൻസ് റൈറ്റിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മള് സ്ട്രക്ചർ ഓഫ് എർത്ത് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ബിഗ് ബാങ് തിയറി, അത് നമ്മൾ ഈ ജോഗ്രഫിയിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ കൺസെപ്റ്റിലും ഒരു ചോദ്യം വരും, ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന്. അപ്പൊ അത് നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ബിഗ് ബാങ് തിയറി എല്ലാരും കേട്ടിട്ടുണ്ട്, ബിഗ് ബാങ് തിയറി എന്നുള്ള പേര്. ഈ തിയറി കൊണ്ടുവന്നത് ജോർജസ് ലെമാറ്റർ ആണ്. കൊണ്ടുവന്ന വർഷം 1927 ആണ്. അപ്പൊ ബിഗ് ബാങ് തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എർത്ത് ഉണ്ടായതിന്റെ ഒരു ഉറവിടത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിനെപ്പറ്റി പറയുന്ന അതിന്റെ ഒരു ഫാക്ട് അല്ലെങ്കിൽ അതിന് ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ ബിഗ് ബാങ് തിയറി. നമ്മുടെ യൂണിവേഴ്സിൽ ആദ്യം നടന്ന ചില
ചില സംഭവങ്ങളെയൊക്കെ കൂടെ വിലയിരുത്തിയിട്ട് എങ്ങനെയായിരിക്കും ഈ എർത്ത് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ഗാലക്സീസ് ഫോം ചെയ്തത്, പ്ലാനറ്റ്സ് ഫോം ചെയ്തത് എന്നതിനെ പറ്റിയിട്ട് ഒരു അസംഷൻ അത് പിന്നെ തിയറിയാക്കി മാറ്റി ബിഗ് ബാങ് തിയറി എന്നറിയപ്പെട്ടു. യൂണിവേഴ്സ് വാസ് വെരി കോമ്പാക്ട്, ലെസ് ദാൻ എ മില്യൺ ബില്യൺ ദ സൈസ് ഓഫ് എ സിംഗിൾ ആറ്റം. ദ ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സസ്, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ ഫോഴ്സസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിസം ആൻഡ് സ്ട്രോങ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ്. ഈ 4 ഫോഴ്സുകളെയാണ് നമ്മൾ യൂണിവേഴ്സിലെ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റി നമുക്കറിയാലോ, നമുക്ക് എർത്തിൽ ചവിട്ടി നിൽക്കണമെങ്കിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേണം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്പേസിലെ പോലെ പറന്നു നടക്കും. അപ്പൊ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എർത്തിൽ ചവിട്ടി നടക്കാൻ പറ്റുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിസം ഒരു ഫോഴ്സ് ആണ്, ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ്, ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസുകൾ നിന്നും ഫിഷനും ഫ്യൂഷനും വഴി ഉണ്ടാകുന്ന ഫോഴ്സസ് ആണ് ന്യൂക്ലിയർ ഫോഴ്സസ്. അത് സ്ട്രോങ്ങും ഉണ്ട്, വീക്കും ഉണ്ട്. ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സ് എല്ലാം കൂടി ഒരു സിംഗിൾ ഫോഴ്സ് ആയാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇത്രയും, ഇപ്പൊ ഗ്രാവിറ്റി ആണെങ്കിൽ വീക്കർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, എങ്കിൽ കൂടി ആ ഗ്രാവിറ്റി ഫോഴ്സിൽ നിന്നും നമുക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അത്രമാത്രം ഫോഴ്സ് നമ്മൾ കൊടുക്കണം, അല്ലെ? അപ്പൊ ഈ 4 ഫോഴ്സും കൂടി ചേർന്നാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നല്ല ഒരു ഫോഴ്സ്, അല്ലെ, അബണ്ടന്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫോഴ്സ് വരികയും അതിലൂടെ വലിയൊരു ആറ്റോമിക് എക്സ്പാൻഷൻ നടക്കുകയും ഒരു എക്സ്പ്ലോഷൻ നടക്കുകയും കുഞ്ഞു 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 ടൈനി പാർട്ടിക്കിൾസ് എല്ലാം കൂടി ഫോം ചെയ്ത ആറ്റമാണ്. ഓക്കെ, ഈ ആറ്റം എല്ലാം കൂടിയാണ് സ്റ്റാർസും ഗാലക്സിയും ആയിട്ട് ഫോം ചെയ്തതെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റാർസ് വലിയ വലിയ ആറ്റം ക്രിയേറ്റ് ചെയ്തപ്പോ അത് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പം വലിയൊരു എക്സ്പ്ലോഷൻ നടന്നു, അതിനെ തുടർന്നിട്ട് നമുക്ക് ആറ്റംസ് ഉണ്ടായി, ഗാലക്സീസ് ഉണ്ടായി, സ്റ്റാർസ് ഉണ്ടായി, പിന്നെ ആസ്റ്റിറോയിഡ്സും കോമറ്റ്സും പ്ലാനറ്റ്സും ബ്ലാക്ക് ഹോൾസും എല്ലാം ഫോം ചെയ്തു. അപ്പൊ ഇങ്ങനെ ഫോർമേഷൻ തിയറി എന്ന് നമുക്ക് പറയാം. ഒരു നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു ഫോർമേഷൻ തിയറി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ബിഗ് ബാങ് തിയറിയാണ്. കൊണ്ടുവന്നത് ജോർജസ് ലെമാറ്റർ ആണ്, 1927. അപ്പൊ ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ബിഗ് ബാങ് തിയറി എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് എർത്ത്. ഇപ്പൊ സിലബസിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നമുക്ക് അതിനുള്ളിൽ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ 5th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്ന സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ക്രസ്റ്റ്, കോറ്, മാന്റിൽ, ഇങ്ങനെ 3 അങ്ങനെ ഒരു ലെയേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ക്രസ്റ്റ്, അതിന്റെ തിക്നെസ്, അതിന്റെ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അപ്പൊ ബാക്കി 2 ലെയേഴ്സ് വന്നാലും അതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് സർഫസ് ഓഫ് ദ എർത്തിൽ നിന്ന് വരുന്നത്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടൈനി പോയിന്റ്സ് പോലും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 0 to 100 കിലോമീറ്റർ തിക്ക് ആയിട്ടുള്ള എർത്തിന്റെ ലെയർ ആണ് ക്രസ്റ്റ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് മനസ്സിലാക്കാം. അതിന്റെ തൊട്ട് താഴെയാണ് ലിത്തോസ്ഫിയർ വരുന്നത്. ഓക്കെ, ലിത്തോസ്ഫിയർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാൻഡിൽ. അപ്പൊ ഈ ക്രസ്റ്റ് കഴിഞ്ഞിട്ട് മാൻഡിലാണ്, അതിന് താഴെയാണ് കോറ് വരുന്നത്. ഓക്കെ, അപ്പം എർത്തിന്റെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. നിങ്ങൾ ഓർക്കുക, ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള എർത്തിനെ ഒരു ഡയമീറ്റർ വൈസ് അതിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതില് സർഫസിൽ ക്രസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ക്രസ്റ്റും അപ്പർ മോസ്റ്റ് സോളിഡ് മാൻഡിൽ കൂടെ വരും. നെക്സ്റ്റ് എസ്തനോസ്ഫിയർ ആണ് വരുന്നത്. എസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മാൻഡിലാണ്. ഓക്കെ, മാൻഡിൽ കഴിഞ്ഞിട്ട് മാൻഡിലിൽ തന്നെ 2 ലെയേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, മാൻഡിൽ തന്നെ അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അതിലും ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസം വരുന്നുണ്ട് 2 മാൻഡിലുകൾ തമ്മിൽ. നെക്സ്റ്റ് അതിന്റെ തൊട്ട് താഴെ ഔട്ടർ കോർ വരുന്നുണ്ട്. ഔട്ടർ കോർ ഈസ് ലിക്വിഡ് ഇൻ സ്റ്റേറ്റ്. അത് ഏകദേശം 2900 കിലോമീറ്റർ താഴെയായിട്ടാണ് എർത്ത് സർഫസിൽ നിന്ന് ഔട്ടർ കോർ വരുന്നത്. അതിനുശേഷം ഇന്നർ കോർ ആണ് ഏറ്റവും അണ്ടർ ആയിട്ട് വരുന്ന എർത്ത് സ്ട്രക്ചറിലെ ഏറ്റവും താഴെ നമ്മൾ പറയുന്നത് ഇന്നർ കോർ ആണ്. സോളിഡ് സ്റ്റേറ്റിലാണ് ഇന്നർ കോർ ഉള്ളത്.
ഓക്കെ. അപ്പോ ഇപ്പോ ലെയർ അല്ലേ, ക്രസ്റ്റ് കഴിഞ്ഞു, ക്രസ്റ്റ് വന്നു, ലിത്തോസ്ഫിയർ, എയർ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ കോമ്പോസിഷണൽ ലെയേഴ്സ് ഓർത്ത് നമ്മൾ പറഞ്ഞ ഈ ക്രസ്റ്റിനെയും മാന്റിലിനെയും കൂറിനെ എന്താണെന്നുള്ളത് നോക്കാം. ക്രസ്റ്റ് മേക്സ് അപ്പ് ലെസ് ദാൻ 1% ഓഫ് എർത്ത് ബൈ മാസ്. അപ്പൊ നമ്മൾ ഈ 1% എന്ന് പറയുമ്പോൾ നമ്മൾ എർത്തിന്റെ വെയിറ്റ് നോക്കാണ്, എർത്തിന്റെ ടോട്ടൽ മാസ് നോക്കാണ്. ഇപ്പൊ നമ്മളൊരു എന്താ ഒരു ബോളാന്ന് വിചാരിക്കാം. ആ ബോളിനെ നമ്മൾ ഒന്ന് വെയ് ചെയ്യുമ്പോൾ അതിന്റെ വെയിറ്റ് എന്തായിരിക്കും? അതായിരിക്കും അതിന്റെ മാസ്, അല്ലെ? ഇപ്പൊ ഒരു ക്രിക്കറ്റ് ബോൾ നമ്മൾ എടുക്കുകയാണ്, ഒരു 1 കിലോ ആണ് അതിന്റെ ഭാരം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക കേട്ടോ, ക്രിക്കറ്റ് ബോളിന് 1 കിലോ ഒന്നും അല്ല, നിങ്ങൾ ജസ്റ്റ് വിചാരിക്കുക 1 kg. എന്നാണ് അതിന്റെ ഇതെങ്കിൽ ആ 1 kg അതിന്റെ ഔട്ടർ കവറിങ്ങിന് ഒരു വെയിറ്റ് കാണും, അല്ലെ? ഔട്ടർ കവറിങ്ങിന് ഒരു വെയിറ്റ് കാണും. ഔട്ടർ കവറിങ്ങിന്റെ ഉള്ളില് റബ്ബർ അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഇന്നർ പോർഷൻസ് ആണ്. ഇന്നർ പോർഷനും ഒരു വെയിറ്റ് കാണും. ഈ ഔട്ടർ കവർ മാറ്റി കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് അവിടെ കുറയില്ലേ? അപ്പൊ അതേപോലെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഈ ക്രസ്റ്റ് അഥവാ നമ്മുടെ ആ ഒരു ഔട്ടർ കവറിങ് ഓഫ് ദ എർത്ത് മാസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലെസ് ദാൻ 1% ആണ്. 1% താഴെ മാത്രമാണ് ക്രസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എർത്തിന്റെ മാസ് പോർഷൻ വരുന്നത്. ഓഷ്യനിക് ക്രസ്റ്റ് ആകാം, അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആവാം. ഓക്കെ. അപ്പൊ ഈ ഓഷ്യനിക് ക്രസ്റ്റ് എന്താണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് കാണാം. ഈ മാന്റിൽ ഈസ് ഹോട്ട് ആൻഡ് റെപ്രസെന്റ്സ് അബൌട്ട് 68% ഓഫ് എർത്ത് മാസ്. ഹോട്ട് ആയിട്ടുള്ള എർത്തിന്റെ ലെയർ ആണ് മാന്റിൽ എന്ന് പറയുന്നത്. ഏകദേശം 68% ഓഫ് എർത്ത് മാസ് ആണ് മാന്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏറ്റവും താഴത്തെ ലെയർ ആയിട്ടുള്ള കോറിലേക്ക് വരാം. കോർ അബൌട്ട് 31% ഓഫ് എർത്ത് മാസ്. കോറിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെറ്റൽ ആണ് അയൺ. ഓക്കെ, അയൺ ആണ് കോറിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്ൻ ചെയ്യുന്ന മെറ്റല്. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു ഒബ്ജക്റ്റീവ് പ്രതീക്ഷിക്കാം. ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാന്റിൽ എത്ര പെർസെന്റേജ് ആണ് ഹയസ്റ്റ് മാസ് കോൺട്രിബ്യൂട്ടിംഗ് ലെയർ ഓഫ് എർത്ത് എന്ന് പറയുന്നത് മാന്റിലാണ്, അല്ലെ? അപ്പോ അത് നമ്മൾ ഒരു കൺക്ലൂഡ് ചെയ്ത്, നമ്മൾ ഏതൊരു പോർഷൻ വായിച്ചാലും അതിന്റെ ഫൈനൽ ഒരു കൺക്ലൂഷൻ കൂടി നിങ്ങളൊന്ന് കൊടുക്കുക. അപ്പോ അതിനെ ഒന്ന് കീറി മുറിച്ച് പഠിക്കുക. അപ്പൊ മാന്റിൽ ഈ 3 ഇതിലും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് മാസ് കോൺട്രിബ്യൂഷൻ ക്രസ്റ്റിനുമാണ്, ഹയസ്റ്റ് മാസ് കോൺട്രിബ്യൂഷൻ വരുന്നത് മാന്റിലിനുമാണ്. ഓക്കെ, കോർ ഇൻ ബിറ്റ്വീൻ ആണ്. ഏകദേശം 31% ആണ് എർത്ത് മാസ് കോൺട്രിബ്യൂഷൻ. ഓക്കെ. അപ്പൊ ഈ ക്രസ്റ്റ്, മാന്റിൽ, കോർ, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇൻ ബിറ്റ്വീന് കുറച്ച് ടേംസ്, ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആയിട്ടുള്ള കുറച്ച് ലെയേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഒരു ലെയർ കഴിഞ്ഞിട്ട് അടുത്ത ലെയർ, ഇത് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് സ്ട്രക്ചർ ആയിട്ട് പഠിക്കുന്നതും അതിനെ ഓരോരോ ലെയേഴ്സ് ആക്കിയിട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻ, ഹ്യൂമൻസിന് ക്ലാസിഫിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ഓരോ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഓരോരോ ലെയേഴ്സ് ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നു. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെയേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു ലെയർ കഴിഞ്ഞ് അടുത്ത ലെയറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ അല്ല വരുന്നത്, ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അതായത് അതൊരു ഏരിയ ആയിട്ടാണ് അവിടെ വരുന്നത്. ഒരു ലൈനായിട്ട് നമുക്ക് ഒരിക്കലും ഈ ലെയറുകളെ തരംതിരിച്ച് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പോ ഈ ഇൻ ബിറ്റ്വീൻ വരുന്ന ഓരോ ലെയേഴ്സിനും, അല്ലെങ്കിൽ ആ ഇൻ ബിറ്റ്വീൻ വരുന്ന ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെയറുകൾക്ക് ഓരോ പേരുണ്ട്. ഓക്കെ. ഇപ്പൊ ക്രസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിനെയാണ് കോർണറോഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അത് കഴിഞ്ഞാല് ലോവർ ക്രസ്റ്റും അപ്പർ ക്രസ്റ്റ് കഴിഞ്ഞ് തൊട്ട് താഴെ മാൻഡിലാണ് വരുന്നത്. മാൻഡിലിന്റെ അപ്പർ മാൻഡിലും ക്രസ്റ്റ് ഇൻ ബിറ്റ്വീൻ വരുന്ന ഡിസ്കണ്ടിന്യൂറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് മോഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ. ഇനി അപ്പർ ആൻഡ് ലോവർ മാൻഡിലുകൾ തമ്മിലുള്ള ആ ഒരു ലെയേഴ്സിനെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഡിസ്കണ്ടിന്യൂറ്റിക്ക് നമ്മൾ പറയുന്നതാണ് റിപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി.
ഓക്കെ, റിപ്പീറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. കാര്യം ഈ മാൻഡിലുകൾ റിപ്പീറ്റീവ് അല്ലേ, മാൻഡിൽ അപ്പർ മാൻഡിൽ ലോവർ മാൻഡിൽ തന്നെയാണ്. അപ്പോ ഈ മാൻഡിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ആ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ റിപ്പീറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് ഓർക്കുക. ഗട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ലോവർ മാൻഡിലും ഔട്ടർ കോറും തമ്മിലുള്ളതാണ്. ഓക്കെ, അപ്പം ലോവർ മാൻഡിൽ ആൻഡ് ഔട്ടർ കോർ തമ്മിലുള്ളത് ഗട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. നെക്സ്റ്റ് വൺ ഈസ് ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി. അത് ഏറ്റവും താഴത്തെ നമ്മുടെ ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് നമ്മൾ ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഈസ് കോർണറോഡ് ഡിസ്കണ്ടിന്യൂറ്റി. നമ്മൾ ഈ ലെയേഴ്സ് കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കോഡോ കാര്യങ്ങളോ യൂസ് ചെയ്ത് നമുക്ക് ഈ ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഓർഡർ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, കോർണറോഡ്, മോഹോറോവിക്, റിപ്പീറ്റീവ്, ഗട്ടൻബർഗ് ആൻഡ് ലെഹ്മാൻ. ഓക്കെ, അപ്പൊ അവിടെ ക്രസ്റ്റിനെ നമ്മൾ അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റ് എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്രസ്റ്റിനെ പറ്റിയിട്ട് പഠിക്കാം. ക്രസ്റ്റ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്ന ഓരോ ലെയേഴ്സിനും ഓരോ ലെയറുകളുടെ ഫേസസ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫിസിക്കൽ ഫേസസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതിൽ സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഇതെല്ലാം നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ ക്രസ്റ്റ് സോളിഡ് ആണ്. നോർമലി അബൌട്ട് 8 to 40 കിലോമീറ്റർ തിക്ക്. അപ്പൊ അതിന്റെ തിക്നെസ് എത്രയാണ്? 8 മുതൽ 40 കിലോമീറ്റർ തിക്കാണ് നമ്മുടെ ക്രസ്റ്റ് ലെയർ, ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത്. 1% ഓഫ് എർത്ത് വോളിയം ആൻഡ് 5% ഓഫ് ദ എർത്ത് മാസ് ആർ മെയ്ഡ് ഓഫ് ദ ക്രസ്റ്റ്. അപ്പൊ എർത്തിന്റെ 1% വോളിയവും 5% ഓഫ് ദ എർത്ത് മാസ്, ഇത് രണ്ടും ഒന്ന് നിയർലി ആയിട്ടുള്ള വാല്യൂസ് ആണ് കേട്ടോ പറയുന്നത്. നിയർലി ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഏകദേശം വോളിയം വരുമ്പോൾ 1% ആണ്, 5%ഓളം എർത്ത് മാസ് വരുന്നുണ്ട്. ഫ്രാജൈൽ ആൻഡ് ബ്രിറ്റിൽ ആണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനങ്ങൾക്കാണ് നമ്മൾ ബ്രിട്ടിൽ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഫ്രാജൈൽ ഓർ ബ്രിട്ടിൽ അതിന്റെ ഫിസിക്കൽ ക്യാരക്ടർ ആണ് പറയുന്നത്. ഫ്രാജൈൽ ആണ്, ഫ്രാജൈലും ബ്രിറ്റിലും ഒരേ മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രാജൈൽ ആൻഡ് ബ്രിട്ടിൽ. ഫ്രാജിലിറ്റി നമ്മൾ പറയുമ്പോൾ പൊട്ടിപ്പോകാനുള്ള അല്ലെങ്കിൽ എന്താ അതിന്റെ ഡെൻസിറ്റി ബേസിലാണ് ഈ ഫ്രാജിലിറ്റി ബ്രിട്ടിലിറ്റി ഒക്കെ പറയുന്നത്. പൊട്ടിപ്പോകുന്ന നേച്ചറുള്ള വസ്തുക്കൾക്കെല്ലാം നമ്മൾ ബ്രിട്ടിൽ ആണെന്ന് പറയാറുണ്ട്. ദ ക്രസ്റ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഹെവിയർ റോക്സ് ഹാവിംഗ് എ ഡെൻസിറ്റി ഓഫ് 3 gram per centimeter cube. അപ്പോൾ ഡെൻസിറ്റി നമ്മൾ പറയുന്നത് ഗ്രാം പെർ cm³ അതായത് മാസ് ബൈ വോളിയം. മാസ് ഗ്രാമിൽ നമ്മൾ പറയും, വോളിയം സെന്റിമീറ്റർ ക്യൂബിൽ പറയാം. അപ്പം ഗ്രാം പെർ cm³ നമ്മൾ ഡെൻസിറ്റി പറയുന്നത്. ഏകദേശം 3 ആണ് ക്രസ്റ്റിന്റെ, ഹെവിയർ റോക്സിന് പറയുന്ന ഡെൻസിറ്റിയിലെ. ക്രസ്റ്റിന് സിമ്പിൾ ആയിട്ട് ഡെൻസിറ്റി ഓഫ് ക്രസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ ആയിട്ട് പറയേണ്ടത് 3 gram per cm³ ആണ്. ഓക്കെ, അതേസമയം ഈ ഒരു വാല്യൂ നമ്മൾ ഓഷ്യാനിക് ക്രസ്റ്റ്, ഓഷ്യൻസിന്റെ സൈഡിലോട്ടുള്ള ക്രസ്റ്റിലേക്ക് വരുമ്പോൾ 2.7 gram ആയിട്ട് കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോ സിമ്പിൾ ആയിട്ട് എത്ര ഡെൻസിറ്റി നമ്മൾ ഹെവിയർ റോക്സ് അല്ലെ ക്രസ്റ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെൻസിറ്റി പറയുമ്പോൾ 3 gram per cm³ ആണ്. ഓഷ്യനിക് ക്രസ്റ്റ് എന്ന് എടുത്തു പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ 2.7 വാല്യൂ യൂസ് ചെയ്താൽ മതി. ദ കൈൻഡ് ഓഫ് റോക്ക് സീൻ ഇൻ ഓഷ്യനിക് ക്രസ്റ്റ്. ഓഷ്യനിക് ക്രസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കൈൻഡ് ഓഫ് റോക്ക് ആണ്. ഇനി നമുക്ക് റോക്സിന്റെ പോർഷൻ പഠിക്കുമ്പോൾ ഈ ബസാൾട്ട് എന്താണെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ബസാൾട്ട് ആണ് ഈ ഒരു ഓഷ്യനിക് ക്രസ്റ്റിൽ നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് റോക്ക്. The thickness of the crust under the oceanic and continental areas are different. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓഷ്യനിക് ക്രസ്റ്റ് കുറച്ചുകൂടെ തിന്നർ ആണ്. നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ തിന്നറാണ് ഓഷ്യനിക് ക്രസ്റ്റ്. ഓഷ്യനിക് ക്രസ്റ്റിന് ഏകദേശം 5 കിലോമീറ്ററോളം തിക്നെസ് ആണ് ഉള്ളത്. അതേസമയം കോണ്ടിനെന്റൽ ക്രസ്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 30 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും ഓഷ്യനിക് ക്രസ്റ്റിന് എപ്പോഴും കുറവാണ് നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെക്കാട്ടിലും. കോണ്ടിനെന്റൽ ക്രസ്റ്റിന് 30 കിലോമീറ്റർ ആണെങ്കിൽ അതിന്റെ 1/6 ഭാഗം മാത്രമാണ് ഓഷ്യനിക് ക്രസ്റ്റിന്റെ തിക്നെസ് വരുന്നത്. ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഇസ് തിക്കർ ഇൻ ദ ഏരിയാസ് ഓഫ് മേജർ മൗണ്ടെയിൻ സിസ്റ്റം. അപ്പൊ മേജർ മൗണ്ടെയിൻ സിസ്റ്റത്തിന്റെ ഒക്കെ ഏരിയാസ് വരികയാണെങ്കിൽ കുറച്ചുകൂടെ തിക്കർ ആയിട്ടുള്ള കോണ്ടിനെന്റൽ ക്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടേം, ഈ വരുന്ന ടേം ഇമ്പോർട്ടന്റ് ആണ്. CL
എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ക്രസ്റ്റില് സിലിക്കൺ ആൻഡ് അലൂമിനിയം ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് മിനറൽസ്. ഇപ്പൊ നമുക്കറിയാം മിനറൽസ്, നമ്മുടെ സോയിലിൽ ധാരാളം മിനറൽസ് ഉണ്ട്. ഈ മിനറൽസ് ഒക്കെ ഓരോ ഏരിയാസിൽ, ഇപ്പൊ നമ്മുടെ ക്രസ്റ്റ്, മാൻഡിൽ, നമ്മളിങ്ങനെ പറയാൻ പോകുന്ന കുറേ ഓരോ ലെയേഴ്സിലും മിനറൽസ് കാണും. അപ്പൊ ഈ സിലിക്ക ആൻഡ് അലൂമിനിയം മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവന്റ് ആയതുകൊണ്ട് നമ്മുടെ ക്രസ്റ്റിനെ നമ്മൾ സിഎൽ എന്നാണ് വിളിക്കുന്നത്. സിഎൽ മീൻസ് SI, സിലിക്കയുടെ SIയും അലൂമിനിയത്തിന്റെ ALും കൂടെ ചേർത്തിട്ട് സിഎൽ എന്നാണ് നമ്മൾ ഈ ഒരു ക്രസ്റ്റ് ഏരിയനെ വിളിക്കുന്നത്. ഓൾസോ സംടൈംസ് സിഎൽ ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദ ലിത്തോസ്ഫിയർ വിച്ച് ഇസ് ദ റീജിയൻ കംപ്രൈസിംഗ് ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാൻഡിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു ലിത്തോസ്ഫിയർ എന്താണെന്നുള്ളത്. ക്രസ്റ്റും നമ്മുടെ അപ്പർ മാൻഡിലും കൂടെ ചേർന്നിട്ടുള്ള ഒരുമിച്ചുള്ള ആ ഒരു ഏരിയക്കാണ്, ഒരു തിൻ ഏരിയക്കാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിത്തോസ്ഫിയറിനെ നമ്മൾ സിഎൽ എന്നുള്ള ഒരു ഓർനെയിമിലും പറയാറുണ്ട്. ഇപ്പോ ലിത്തോസ്ഫിയർ ഈസ് ഓൾസോ കോൾഡ് സിഎൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ സിഎൽ എന്ന് നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുന്നത് ക്രസ്റ്റിനെയാണ്. ക്രസ്റ്റിനെ അങ്ങനെ വിളിക്കുന്നതിന്റെ കാരണം എന്താണ്? സിലിക്കയും അലൂമിനിയവുമാണ് മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവന്റ് മിനറൽസ് ക്രസ്റ്റില്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഡിസ്കണ്ടിന്യൂറ്റി അല്ലെ, ബിറ്റ്വീൻ ദ ഹൈഡ്രോസ്ഫിയർ ആൻഡ് ക്രസ്റ്റ് ഈസ് ടേംഡ് ആസ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വാട്ടർ പോർഷൻ ആണ്. വാട്ടർ പോർഷൻസിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഹൈഡ്രോസ്ഫിയറും ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിക്കാണ് നമ്മൾ കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ കോൺറാഡ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സി വെച്ച് പഠിക്കാം. സി ക്രസ്റ്റിലല്ലേ തുടങ്ങുന്നത്, അപ്പോ സി കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് വരാം. മാൻഡിലാണ് സെക്കൻഡ് ലെയർ. ദ പോർഷൻ ഓഫ് ദ ഇന്റീരിയർ ബിയോണ്ട് ക്രസ്റ്റ് ഇസ് കോൾഡ് ദ മാൻഡിൽ. മാൻഡിലും സോളിഡ് സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്റീരിയർ ആയിട്ടുള്ള ക്രസ്റ്റിന് ബിയോണ്ട് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ മാൻഡിൽ എന്ന് പറയുന്നത്. നിയർലി 84% ഓഫ് ദ എർത്ത് വോളിയം ആൻഡ് 67% ഓഫ് ദ എർത്ത് മാസ് ഈസ് ഓക്യുപ്പൈഡ് ബൈ ദ മാൻഡിൽ. ഓക്കെ, അപ്പൊ എർത്ത് വോളിയത്തിന്റെ ഏകദേശം 84%, എർത്ത് മാസിന്റെ 67%മാണ് മാൻഡിലിന്റെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വോളിയം കോൺട്രിബ്യൂഷൻ, എർത്ത് മാസ് കോൺട്രിബ്യൂഷൻ ഒരു ടേബിൾ ആക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു, വോളിയം കോൺട്രിബ്യൂഷൻ എത്ര, മാസ് കോൺട്രിബ്യൂഷൻ എത്ര, അതേപോലെ തന്നെ മാൻഡിലിന്റെ എഴുതുക. അപ്പൊ ഇങ്ങനെ ടേബിൾ ആക്കിയിട്ട് ഈ വാല്യൂ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ നോക്കിയിട്ട് പെട്ടെന്ന് ഇത് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ് ഹാസ് എ ഡെൻസിറ്റി ഹയർ ദാൻ ക്രസ്റ്റ് പോർഷൻ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്രസ്റ്റിനെ കാട്ടിലും ഡെൻസിറ്റി ഹയർ ആണ് മാൻഡിലിന്. ഓക്കെ, ദ മാൻഡിൽ ഇസ് അബൌട്ട് 2900 കിലോമീറ്റേഴ്സ് ഇൻ തിക്ക്. ഇവിടെ ക്രസ്റ്റിന്റെ തിക്നെസ് എത്രയായിരുന്നു? വെറും 100 കിലോമീറ്ററിന് ഉള്ളിലായിരുന്നു. പക്ഷെ മാൻഡിലേക്ക് വന്നപ്പോൾ ഏകദേശം 2900 കിലോമീറ്റർ ആണ് മാൻഡിലിന്റെ തിക്നെസ് പറയുന്നത്. ഇനി നമുക്ക് ഡെൻസിറ്റിയിലേക്ക് വരാം. ദ ഡെൻസിറ്റി ഓഫ് ദ ലെയർ ഈസ് ഹയർ ദാൻ ക്രസ്റ്റ്. ക്രസ്റ്റിനെ കാട്ടിലും കമ്പയറിങ് ചെയ്ത് പഠിക്കുക കേട്ടോ. ക്രസ്റ്റിനെ കാട്ടിലും ഡെൻസിറ്റി ഹയർ ആണ്. 3.3 to 5.4 ഗ്രാം പെർ cm³ ആണ് മാൻഡിലിന്റെ ഡെൻസിറ്റി. അപ്പൊ ക്രസ്റ്റിന്റെ നമ്മൾ പറഞ്ഞപ്പോ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് വന്നപ്പോ 3 ഗ്രാം ആൻഡ് 3 ഡെൻസിറ്റി ആയിട്ട് പറഞ്ഞു. ഓഷ്യനിക് ക്രസ്റ്റ് വന്നപ്പോ 2.7 വന്നു. മാൻഡിലിലേക്ക് വന്നപ്പോ ഏകദേശം 3.3 to 5.4 ഗ്രാം പെർ cm³ ആണ് മാൻഡിലിന്റെ ഡെൻസിറ്റി. ചീഫ് സോഴ്സ് ഓഫ് മാഗ്മ ദാറ്റ് ഫൈൻഡ്സ് ഇറ്റ് വേ ടു ദ സർഫസ് ഡ്യൂറിംഗ് വോൾക്കാനിക് ഇറപ്ഷൻ. അപ്പോ മാഗ്മയുടെ ഒരു ചീഫ് സോഴ്സ് ആണ് വോൾക്കാനിക് ഇറപ്ഷന്റെ സമയത്ത് പെട്ടെന്ന് ഈ മാഗ്മ വരാനായിട്ട് സാധ്യതയുള്ള ഒരു ലെയർ ആണ് ഈ ഒരു മാൻഡിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാഗ്മ വരുന്ന ഒരു ലെയർ ആണ് ഈ മാൻഡിൽ. ഓക്കെ, ഹോട്ട് ആയിട്ടുള്ള ഏരിയാസ് അല്ലേ. ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മാൻഡിൽ ആർ കോൾഡ് ലിത്തോസ്ഫിയർ. നമ്മൾ പറഞ്ഞതാണ്. അപ്പർ മോസ്റ്റ് മാൻഡിലിനെയും ക്രസ്റ്റിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ലിത്തോസ്ഫിയർ എന്നാണ് പറഞ്ഞത്. ഇനി മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ്സ്. അപ്പോ നമ്മൾ ക്രസ്റ്റിന്റെ കാര്യത്തിൽ സിലിക്കൺ ആൻഡ് അലൂമിനിയം ആണ് മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് ആയിട്ട് പറഞ്ഞത് എങ്കിൽ മാൻഡിലിലേക്ക് വന്നപ്പോ സിലിക്കണും മഗ്നീഷ്യവും ആണ്. ഓക്കെ, സിലിക്കണും മഗ്നീഷ്യവും ആണ് മേജർ കോൺസ്റ്റിറ്റ്യുവന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ എന്നാണ് മാൻഡിലിനെ പറയുന്നത്. ഓക്കെ, സിമ, സിലിക്കൺ ആൻഡ് മഗ്നീഷ്യം.
ഈ മഗ്നീഷ്യം എന്നുള്ളത് മാറിപ്പോകരുത്, മാംഗനീസ് ആയിട്ടോ അങ്ങനെ വേറെ വല്ല എലമെന്റ് ആയിട്ട് മാറിപ്പോകരുത്. മഗ്നീഷ്യം ആണ് MA. ഓക്കെ, സിമ SI ഫോർ സിലിക്കൺ ആൻഡ് മഗ്നീഷ്യം MA. ഇനി ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് മാൻഡിൽ. ഇപ്പൊ ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് മൊഹറോവിച്ച് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ആലോചിക്കാം. ഈ മാൻഡിലിന് പുറത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മാഗ്മയായിട്ട് പുറത്തു വരുന്നത് മാൻഡിലാണെന്നുള്ളത്. അപ്പൊ അതിന് ഭയങ്കര മോഹമാണ് ഈ മാൻഡിലിന് ക്രസ്റ്റിന്റെ പുറത്തേക്ക് ചാടി വരാനായിട്ട്. അപ്പൊ ആ ഒരു കോഡ് വെച്ചിട്ട് ഓർക്കുക, മോഹറോവിച്ച് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് മാൻഡിൽ. The mantle extends from Moho's discontinuity to a depth of 2900 കിലോമീറ്റർ. അപ്പോ ഈ മാൻഡലിന്റെ ഈ ഡെപ്ത് നമ്മൾ പറയുന്നത് ഫ്രം മോഹോ ഡിസ്കണ്ടിന്യൂറ്റി തൊട്ടിട്ടാണ്. ഓക്കെ, മോഹോ ഡിസ്കണ്ടിന്യൂറ്റി തൊട്ട് നമ്മുടെ കോറ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 2900 കിലോമീറ്റർ ആയിട്ട് പറയുന്നത്. അപ്പർ പോർഷൻ ഓഫ് ദ മാൻഡിലിനെ വിളിക്കുന്ന പേരാണ് ഏസ്തനോസ്ഫിയർ. ഓക്കെ, ഏസ്തനോസ്ഫിയർ എന്നാണ് നമ്മൾ മാൻഡിലിന്റെ അപ്പർ പോർഷനെ വിളിക്കുന്നത്. ഈ ഏസ്തനോസ്ഫിയറിന്റെ തിക്നെസ് പറയുന്നുണ്ട് ഏകദേശം 80 to 200 കിലോമീറ്റർ ആണ് ഏസ്തനോസ്ഫിയറിന്റെ തിക്നെസ്. ഹൈലി വിസ്കസ് ആയിട്ടുള്ള മെക്കാനിക്കലി വീക്കും ഡക്റ്റൈലുമായിട്ടുള്ള ഒരു ഡീഫോമിംഗ് റീജിയൻ ആണ് ഏസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറിന്റെ തൊട്ട് താഴെയാണ് ഏസ്തനോസ്ഫിയർ ഉള്ളത്. ഓക്കെ, അപ്പൊ ഏസ്തനോസ്ഫിയർ ഇസ് എ ഹൈലി വിസ്കസ് മെക്കാനിക്കലി വീക്ക് ആൻഡ് ഡക്റ്റൈൽ ഡീഫോമിംഗ് റീജിയൻ ഓഫ് ദ upper mantle which lies just below lithosphere. തിക്നെസ് പഠിക്കുക 80 to 200 കിലോമീറ്റർ. നമ്മുടെ ക്രസ്റ്റിന്റെ തിക്നെസിന്റെ ഇരട്ടിയാണ് ഏകദേശം ഏസ്തനോസ്ഫിയറിന്റെ തിക്നെസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഏസ്തനോസ്ഫിയർ ആണ് മാഗ്മയുടെ മെയിൻ സോഴ്സ്. അപ്പൊ നമ്മള് മാൻഡിലാണ് മാഗ്മയുടെ ചീഫ് സോഴ്സ് എന്ന് പറഞ്ഞു. അപ്പം ഏസ്തനോസ്ഫിയറിൽ നിന്നാണ് ശരിക്കും മാൻഡിലെ ആ ഒരു മാഗ്മയുടെ സോഴ്സ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ലെയർ ഓവർ വിച്ച് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് മൂവ്. അപ്പോൾ ടെക്ടോണിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണല്ലേ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ്. അതായത് ഈ ഏസ്തനോസ്ഫിയറിലാണ് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ് നടക്കുന്നത്. അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ ഒരു പ്ലേറ്റ് പോലെ മൂവ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഏസ്തനോസ്ഫിയർ. ഇനി ഡിസ്കണ്ടിന്യൂറ്റിയിലേക്ക് വരാം. നമ്മുടെ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി. അപ്പർ മാൻഡിൽ ലോവർ മാൻഡിൽ തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ ഏത് കോഡ് വെച്ചായിരുന്നു പഠിച്ചത്? മാൻഡിൽ 2 എണ്ണം ഉണ്ട്, അപ്പൊ മാൻഡിൽ റിപ്പീറ്റ് ചെയ്തു, അതുകൊണ്ട് റിപ്പീറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. The portion of the mantle which is just below the lithosphere and asthenosphere but above the core is called mesosphere. ഓക്കെ, അപ്പം മാൻഡിലിന്റെ പോർഷൻ ബിലോ ലിത്തോസ്ഫിയർ, അതേപോലെ തന്നെ ഏസ്തനോസ്ഫിയർ എബവ് കോർ, അതിനെയാണ് നമ്മൾ മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയറിനും ഏസ്തനോസ്ഫിയറിനും ബിലോ ആയിട്ടുള്ള പോർഷനുമാണ്, കോറിന്റെ എബവ് ആയിട്ടുള്ള പോർഷനുമാണ് മീസോസ്ഫിയർ. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറിലേക്ക് വരാം, കോർ ആണ്. ഓക്കെ, കോർ ഇസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ സറൗണ്ടിങ് ദ എർത്ത് സെന്റർ. ഏറ്റവും ഇന്നർ മോസ്റ്റ് കോർ ആയിട്ടുള്ള ഏരിയക്കാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ഫ്രം മാൻഡിൽ ബൈ ഗട്ടൻബർഗ്സ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പോ നമ്മള് നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻഡസ്റ്റൈനെ നമ്മൾ വിളിക്കുന്നത് ഗട്ട് എന്നാണ്. ഓക്കെ, ഗട്ട് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഗട്ട് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ കുടലിനെ അല്ലെ, കുടലിനെ നമ്മൾ ഗട്ട് എന്നാണ് വിളിക്കുന്നത്. കുടല് നമ്മുടെ ഏറ്റവും ഇന്നർ ആയിട്ടല്ലേ ഇരിക്കുന്നത് ഗട്ട്. അപ്പോ അത് വെച്ചിട്ട് ഓർക്കുക, കോറാണ് എർത്തിന്റെ ഏറ്റവും ഇന്നർ പോർഷൻ. അപ്പം ഗട്ട് പോലെ, നമ്മുടെ ഹ്യൂമൻസിന്റെ ഗട്ട് പോലെ ഏറ്റവും ഇന്നർ ആയിട്ടിരിക്കുന്ന പോർഷനാണ് കോറ്. കോറിനെ മാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗട്ടൻബർഗ്സ് ഡിസ്കണ്ടിന്യൂറ്റി. The core constitutes nearly 15% of Earth volume and 32.5% of Earth mass. എർത്ത് വോളിയത്തിന്റെ 15%, എർത്ത് മാസിന്റെ 32.5% ആണ് കോറിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, കോർ ഇസ് ദ ഡെൻസസ്റ്റ് ലെയർ. അപ്പൊ ഡെൻസിറ്റി ഫസ്റ്റ് വീണ്ടും നമ്മൾ റീകളക്ട് ചെയ്യാണ്.
ഫസ്റ്റ് ക്രസ്റ്റ് പറഞ്ഞു. ക്രസ്റ്റ് എത്രയായിരുന്നു പറഞ്ഞത്? ക്രസ്റ്റില് ഓഷ്യനിക്ക് വന്നപ്പോ 2.7ഉം കോണ്ടിനെന്റിൽ വന്നപ്പോ 3 ആണ് പറഞ്ഞ അല്ലെ, 3 gram/cm³. പിന്നെ നമ്മൾ മാൻഡിലേക്ക് വന്നപ്പോ ഏകദേശം 3.3 to 5.4 gram/cm³ പറഞ്ഞു. കോറിലേക്ക് വന്നപ്പോ ഡെൻസിറ്റി അഗെയിൻ ഇൻക്രീസ്ഡ് 9.5 to 14.5 gram/cm³ ആണ് കോറിലെ ഡെൻസിറ്റി. ഏറ്റവും ഡെൻസസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോറാണ് ആൻസർ വരുന്നത്. The core consists of two sublayers, inner core and outer core. Inner core സോളിഡ് സ്റ്റേറ്റിലും ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിലുമാണ്, അല്ലെങ്കിൽ ഒരു സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോ ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലാണ്, ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. It is composed of mainly iron and nickel and hence it is known as Naife. ഓക്കെ, ഇപ്പൊ നിക്കൽ ആൻഡ് അയൺ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ നീഫെ എന്ന് വിളിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നൈഫ് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എളുപ്പമല്ലേ, നൈഫ്. ഓക്കെ, നിക്കൽ ആൻഡ് അയൺ, Ni for nickel and Fe for iron. The core mantle boundary is positioned at the depth of 2900 kilometer. കോറും മാൻഡിലും തമ്മിലുള്ള ബൗണ്ടറി ഏകദേശം 2900 കിലോമീറ്റർ താഴെയാണ്. അപ്പൊ മാൻഡിലിന്റെ ആ ഒരു ഡെപ്ത് തന്നെയാണ് വരുന്നത്. ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ അപ്പർ കോർ ആൻഡ് ലോവർ കോർ. അപ്പൊ നമ്മുടെ ഗട്ട് കഴിഞ്ഞു, ഉള്ളിലെ ഗട്ട് കഴിഞ്ഞു. അപ്പർ കോറും ലോവർ കോറും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിക്ക് നമ്മൾ പറയുന്നത് ലേ മാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ലേ മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. ബാരിസ്ഫിയർ is sometimes used to refer the core of the earth or sometimes the whole interior. അപ്പം കോർ ഓഫ് ദ എർത്തിനെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ബാരിസ്ഫിയർ. ഓക്കെ, ഹോൾ ഇന്റീരിയർ ഓഫ് ദ എർത്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം കൂടിയാണ് ബാരിസ്ഫിയർ. ഓക്കെ, അപ്പൊ നമ്മള് മേജർ ആയിട്ടുള്ള എർത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞത് എന്തിന്റെ ബേസിസിലായിരുന്നു? ഡെൻസിറ്റി ബേസിൽ, അതേപോലെ തന്നെ ഡെപ്ത് അല്ലെ, ഡെപ്ത് ഡെൻസിറ്റി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും മുൻതൂക്കം കൊടുത്തത്. അതേപോലെ തന്നെ എന്റെ മെറ്റാലിക് കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യത്തിലും നോക്കി. ഇനി നമുക്ക് മെക്കാനിക്കൽ ലെയേഴ്സ് ഓഫ് ദ എർത്ത്, ഈ ഒരു ഡിവിഷനും കൂടെ നോക്കണം. മെക്കാനിക്കൽ ലെയേഴ്സ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ഇൻ ടേംസ് ഓഫ് പ്ലാനറ്റ് ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് എങ്ങനെ ആയിരിക്കും അതിന്റെ ഉള്ളിലത്തെ കണ്ടൻസ്, അതിന്റെ മെക്കാനിക്കൽ ലെയേഴ്സ് എങ്ങനെയാണ് എന്നുള്ള രീതിയാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ബേസ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ 5 മെക്കാനിക്കൽ ലെയേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ലിത്തോസ്ഫിയർ, സെക്കൻഡ് വൺ ഈസ് എസ്തനോസ്ഫിയർ, തേർഡ് വൺ ഈസ് മീസോസ്ഫിയർ, 4 ഔട്ടർ കോർ ആൻഡ് 5 ഇന്നർ കോർ. അപ്പൊ ഇതിൽ ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ നമ്മൾ കോർ എന്നുള്ളത് മാത്രമാണ് പഠിച്ചത് അല്ലെ. ഫസ്റ്റ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ നമ്മൾ പറഞ്ഞായിരുന്നു ക്രസ്റ്റും മാൻഡിലും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേർന്നിട്ടുള്ളത്. എസ്തനോസ്ഫിയർ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അപ്പൊ ഇതില് ലിത്തോസ്ഫിയർ ആണ് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്. അപ്പം മെക്കാനിക്കൽ ലെയേഴ്സ് ആണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും നിങ്ങൾ വേർതിരിച്ച് തന്നെ പഠിക്കുക. ആ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വെക്കുക, അതവിടെ ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ വരുന്നത് മെക്കാനിക്കൽ ലെയേഴ്സ് ആണ്. ഇത് രണ്ടും കൂടെ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. മെക്കാനിക്കൽ ലെയേഴ്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലിത്തോസ്ഫിയർ, എസ്തനോസ്ഫിയർ, ഈ ഒരു 5 ലെയേഴ്സിന്റെ ടേംസിലാണ് നമ്മൾ എർത്തിന്റെ സ്ട്രക്ചറിനെ പറയുന്നത്. ഓക്കെ, ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അണ്ടിയർ ക്രസ്റ്റും ടോപ്പ് മോസ്റ്റ് മാൻഡിലും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ലിത്തോസ്ഫിയർ പറയുന്നത്. ഓക്കെ, ക്രസ്റ്റിന്റെ മുഴുവൻ പോർഷനും വരും, അതില് മാൻഡിലിന്റെ ടോപ്പ് പോർഷനും വരും. ആവറേജ് തിക്നെസ് ഓഫ് ലിത്തോസ്ഫിയർ 70 കിലോമീറ്റർ ആണ്. 70 കിലോമീറ്റർ ആണ് ലിത്തോസ്ഫിയറിന്റെ ആവറേജ് തിക്നെസ് വരുന്നത്. ഓക്കെ, ഇപ്പം തിന്നും തിക്നെസ്സും നമ്മൾ ഈ ഓഷ്യനിക് ക്രസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ, ഓഷ്യനിക് ആൻഡ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് പറയുന്നത് പോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ ഏകദേശം 150+ കിലോമീറ്റർ വരുന്നുണ്ട് ലിത്തോസ്ഫിയറിന്റെ ഡെപ്ത്. ഓക്കെ, അപ്പം ഒരു റേഞ്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 0 to 100 കിലോമീറ്റർ ആണ് ഡെപ്ത് വരുന്നത്, ലിത്തോസ്ഫിയറിന്റെ ഡെപ്ത്. അപ്പൊ ഈ ലിത്തോസ്ഫിയറിനെ ഡിഫറെന്റ് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ഓരോ പീസസിനെ നമുക്ക് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം ലിത്തോസ്ഫിയർ ഒരു ലെയർ അല്ലേ, ഔട്ടർ ലെയർ ആണ്. ഇതിന്റെ ഓരോ പീസിനെ നമുക്ക് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയാം. The movement of these plates are responsible for mountain building, oceanic trench formation, earthquakes and volcanic eruption. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് തമ്മിൽ മൂവ് ചെയ്യുന്നതിന്റെ പരിമിത ഫലമായിട്ടാണ് മൗണ്ടെയിൻ ഫോം ചെയ്യുന്നതും ഓഷ്യനിക് ട്രെഞ്ചസ് ഒക്കെ ഫോം ചെയ്യുന്നത്, എർത്ത് ക്വാക്സ് ഉണ്ടാകുന്നത്, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഈ ലിത്തോസ്ഫിയറിന്റെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണമാണ്. ഓക്കെ, രണ്ടാമത്തെ ലെയർ ആണ് ഏസ്തനോസ്ഫിയർ. ഏസ്തനോസ്ഫിയറിൽ സോഫ്റ്റ് ലെയർ ഓഫ് ദ മാൻഡിൽ ആണ് വരുന്നത്. ഇതിൽ ലിത്തോസ്ഫിയർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് കൊടുക്കത്തില്ലേ, അതായത് ലിത്തോസ്ഫിയറിന്റെ ടെക്ടോണിക് പ്ലേറ്റ്സിന് മൂവ് ചെയ്യണം, അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബേസ് കൊടുക്കുന്ന ഒരു സോഫ്റ്റ് ലെയർ ആണ് ഏസ്തനോസ്ഫിയർ. ഈ ഏസ്തനോസ്ഫിയർ മാൻഡിലിനുള്ളിലെ ഒരു സോഫ്റ്റ് ലെയർ ആണ്. ഡെപ്ത് വരുന്നത് 100 കിലോമീറ്റർ ടു 350 കിലോമീറ്റർ ആണ്. ഓക്കെ, ഏസ്തനോസ്ഫിയറിന്റെ ഡെപ്ത് വരുന്നത് 100 കിലോമീറ്റർ ടു 350 കിലോമീറ്റർ ആണ്. It is made of solid silicate materials, but the high temperature allows it to flow on very long time scales. അപ്പം സോളിഡ് ആയിട്ടുള്ള സിലിക്കേറ്റ് മെറ്റീരിയൽസ് ആണ് ഏസ്തനോസ്ഫിയറിന്റെ കോമ്പോസിഷൻ. ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ധാരാളം സമയം എടുത്തിട്ടാണ് ഈ ഒരു ഏസ്തനോസ്ഫിയറിലെ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ലിത്തോസ്ഫിയർ ഏസ്തനോസ്ഫിയർ ബൗണ്ടറിയിലാണ് നമ്മൾ ഈ ഡക്റ്റിലിറ്റി ഡിഫറൻസ് പറയുന്നത്. അതായത് ഈ ജോഗ്രഫി സയന്റിസ്റ്റുകൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ലിത്തോസ്ഫിയറും ഏസ്തനോസ്ഫിയർ എന്നുള്ള ബൗണ്ടറിയുടെ ഇൻ ബിറ്റ്വീൻ ഡക്റ്റിലിറ്റി നിങ്ങൾ മെറ്റലിനൊക്കെ പഠിക്കും. മെറ്റൽ ഈസ് ഡക്റ്റൈൽ. കുഞ്ഞു 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 നീളത്തില് നൂലൊക്കെ ആക്കിയിട്ട് മെറ്റലിനെ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടിനാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഈ ഡക്റ്റിലിറ്റിയുടെ ഡിഫറൻസിനാണ് നമ്മൾ ഈ ലിത്തോസ്ഫിയറും ഏസ്തനോസ്ഫിയറും തമ്മിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതല്ലാതെ ഇവർ തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് അല്ലാതെ വലിയ വ്യത്യാസങ്ങളില്ല. അപ്പൊ ഏസ്തനോസ്ഫിയർ ഒരു സോഫ്റ്റ് ലെയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ലിത്തോസ്ഫിയറും ഏസ്തനോസ്ഫിയറും തമ്മിലുള്ള ബൗണ്ടറിയിലാണ് സയന്റിസ്റ്റുകൾ കൂടുതലും ഇവർ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ ബിലോ ഏസ്തനോസ്ഫിയറിന്റെ തൊട്ട് താഴെയുള്ള ലെയർ ആണ് മീസോസ്ഫിയർ. ഔട്ടർ കോറിന്റെ തൊട്ട് മുകളില് ലോവർ മാൻഡിൽ എന്ന് നമുക്ക് പറയാം അല്ലെ. ലോവർ മാൻഡിൽ ആവറേജ് ഡെപ്ത് വരുന്നത് 350 ടു 2900 കിലോമീറ്റർ ആണ്. ആവറേജ് ഡെപ്ത് ഓഫ് മീസോസ്ഫിയർ ഈസ് 350 ടു 2900 കിലോമീറ്റർ. ഇപ്പൊ ഹൈ ടെമ്പറേച്ചർ ഏരിയ ആണ് ഈ മീസോസ്ഫിയർ. അപ്പൊ ഹൈ ടെമ്പറേച്ചറും ഇന്റൻസ് പ്രഷറും ആണ്. അപ്പൊ പ്രഷറും ടെമ്പറേച്ചറും വളരെയധികം കൂടിയിരിക്കുന്ന ഏരിയ ആണ് മീസോസ്ഫിയർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പൊ സിലിക്കേറ്റ് മെറ്റീരിയൽസ് ഒക്കെ ആയിക്കോട്ടെ, അതിനെയൊക്കെ നമുക്ക് മോളിക്യൂൾസ് പറയാം. സിലിക്കേറ്റ് മെറ്റീരിയൽസ്, അതർ എലമെന്റ്, ഇതിന്റെയൊക്കെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്സിന്റെ അധികം റെസ്ട്രിക്ട് ചെയ്ത ഒരു ഏരിയ ആണ് മീസോസ്ഫിയർ. അത് കാരണം എന്താണ്, അവിടെ വളരെയധികം ടെമ്പറേച്ചറും പ്രഷറും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റൻസ് പ്രഷർ ഉള്ളത് കൊണ്ട് ഈ ഒരു ഏരിയ ഭയങ്കര റിജിഡ് ആണ്. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര കട്ടി അല്ലെങ്കിൽ റിജിഡിറ്റി. സോഫ്റ്റ് അല്ല, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആണ്. ഓക്കെ, അപ്പം ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഇന്റൻസ് പ്രഷർ ആണ്. അവിടെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി റിജിഡ് ആണ്. നെക്സ്റ്റ് ഔട്ടർ കോറിലേക്ക് വരാം. ഔട്ടർ കോർ ആണ് ഫോർത്ത് ലെയർ. ഔട്ടർ കോർ മീസോസ്ഫിയറിന്റെ ബോട്ടം പോർഷൻ മുതൽ ഇന്നർ കോറിന്റെ സറൗണ്ടിങ്സ് വരെയാണ് ഔട്ടർ കോർ വരുന്നത്. അയണും നിക്കലും ആണ്. നമ്മൾ നൈഫ് എന്ന് പറഞ്ഞില്ലേ, അയണും നിക്കലും ആണ് മെയിൻ കോമ്പോസിഷൻ വരുന്നത്. എക്സ്ട്രീം ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഔട്ടർ കോറിൽ ലിക്വിഡ് ഫേസ് ആയിരിക്കും. ഓക്കെ, വളരെ അധികം ടെമ്പറേച്ചർ ആണ്, ലിക്വിഡ് ഫേസ് ആയിരിക്കും ഔട്ടർ കോറിന്. ഇന്നർ കോർ എന്തായിരുന്നു, ഇന്നർ കോർ സോളിഡ് ആയിരുന്നു. ഇറ്റ് ഈസ് ദ ഒൺലി ലെയർ ഓഫ് ദ എർത്ത് ദാറ്റ് ഈസ് എ ട്രൂ ലിക്വിഡ്. അപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കാം. ട്രൂ ലിക്വിഡ് ആയിട്ടുള്ള എർത്തിന്റെ ലെയർ എന്ന് പറയുന്നത് ഔട്ടർ കോർ ആണ്. ഇറ്റ്സ് മൂവ്മെന്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണക്കാരനായിട്ടുള്ള ഒരു എർത്തിന്റെ ലെയർ കൂടിയാണ് ഔട്ടർ കോർ.
ലിക്വിഡ് ഫേസ് ആണ്. ലിക്വിഡ് ഫേസ് വരാനുള്ള കാരണം എക്സ്ട്രീം ടെമ്പറേച്ചർ, അതേപോലെ തന്നെ ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അയണും നിക്കലുമാണ്. ഇന്നർ കോർ ഇസ് മെയ്ഡ് ഓഫ് അയൺ ആൻഡ് സം നിക്കൽ. സെയിം ആണ്, നമ്മുടെ കോറിന്റെ രണ്ട് കോമ്പോസിഷനും അയണും നിക്കലുമാണ്. അപ്പൊ ഔട്ടർ കോർ പോലെയല്ല, ഇതൊരു സോളിഡ് ആയിട്ടുള്ള ബോൾ ആണ്. ഓക്കെ, എർത്തിന്റെ ഉള്ളിലെ ഏറ്റവും ഉള്ളിലെ ബോൾ ആണ് ഇന്നർ കോർ. സോളിഡിറ്റി ഈസ് ഡ്യൂ ടു ഇന്റൻസ് പ്രഷർ ഫ്രം അപ്പർ ലെയേഴ്സ്. അപ്പർ ലെയേഴ്സിന്റെ എല്ലാം കൂടി പ്രഷർ ആർക്കുണ്ട്? ഈ ഒരു ഇന്നർ കോറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സോളിഡ് ആയിട്ട് ഇരിക്കുന്നു. Hence, although it is as hot as surface of sun, there is speculation that the inner core is slowly growing as the liquid outer core at the boundary, with the inner core cools and solidifies due to gradual interior cooling. അപ്പോൾ നമ്മുടെ ഇന്നർ കോർ വളരെയധികം ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ഏകദേശം സണ്ണിന്റെ സർഫസിന്റെ അത്രയും ചൂട് ഇവിടെ ഈ ഒരു ഇന്നർ കോറിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നർ കോറിന്റെ ബൗണ്ടറീസിൽ ഇന്നർ കോറിനെ കൂളും സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റീരിയർ കൂളിംഗ് പ്രോസസ്സ് ഗ്രാജുവലി നടക്കുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്.